ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് കുറച്ച് നേരത്തെ ഉണ്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്നത്. ഇപ്പം ഞാൻ 4:30 സമയത്താണ് അത്താഴം കഴിക്കാൻ എണീക്കുക. അപ്പോൾ അത്താഴം കഴിക്കലും നിസ്കാരം ഒക്കെ കഴിഞ്ഞ് ഒരു 5 മണിയായപ്പോൾ 5 മണിയല്ല 5:30ക്കാണ് വാങ്ങി കൊടുക്കുക. അപ്പോൾ 5:30 ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ബാക്കിയുള്ള സമയം സ്റ്റിച്ച് ചെയ്യാനിരിക്കാമെന്ന് വിചാരിച്ചു. ഞാൻ സാധാരണ 5:30 നിസ്കാരം കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഞാൻ എന്ത് ചെയ്യും, കിടന്നുറങ്ങും. എന്നിട്ട് ഇവർ സ്കൂളിൽ പോകാൻ നേരത്താണ് പിന്നെ എണീക്കുക. ഒരു 7:30 ആകുമ്പോഴാണ് പിന്നെ എണീക്കുക. അവരെ വിളിക്കും, അവരെ സ്കൂളിൽ പോകാനും കാര്യങ്ങൾക്കൊക്കെ അപ്പോഴാണ് കേട്ടോ ചെയ്യുക. അപ്പോൾ ഞാൻ ഇന്ന് കുറച്ചധികം സ്റ്റിച്ച് ചെയ്യാറുള്ളതുകൊണ്ട് ഞാൻ പിന്നെ ഉറങ്ങിയില്ല. അപ്പോൾ മോന് എണിച്ച് വന്നിട്ടായിരുന്നു. അപ്പോൾ അവനെ അവിടെ കട്ടുമ്മ കിടത്തി ഉറക്കിയിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ സമയത്ത് കുറേ കഴിഞ്ഞാൽ കുറച്ച് ആശ്വാസമായല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അങ്ങനെ 2 ദിവസമായിട്ട് കുറച്ച് സ്റ്റിച്ചിങ്ങിനും കാര്യങ്ങൾക്കും പെരുന്നാളല്ലേ, അപ്പോൾ അതിൻ്റേതായ കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഒരു സമയം 9:15 കേട്ടോ. അവർ ഒരു 7:30 ആകുമ്പോൾ എണിച്ച് അവരെ കുളിയും കാര്യങ്ങളും ഫുഡ് അടിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവരിത് വണ്ടി വെയിറ്റ് ചെയ്തിട്ട് നിൽക്കുകയാണ്. അപ്പോൾ കുറച്ച് നേരം മുറ്റത്ത് പൂക്കളും കാര്യങ്ങളൊക്കെ പറിച്ച്, മുറ്റത്ത് ഒരു പൂ പോലും ഇവരുള്ളിടത്ത് നിൽക്കില്ല, ഒക്കെ പറിക്കും. പിന്നെ അധികം പൂക്കളും ഇല്ല, അത് വേറെ കാര്യം. പിള്ള പൂവ് എന്തോ വിരിഞ്ഞത് ഒക്കെ എടുത്തിട്ട് കളിക്കുകയാണ്. ഇപ്പം മുറ്റമൊന്നും ശരിയാക്കാത്തതൊന്നും ഞാൻ അതൊന്നും ശ്രദ്ധിക്കാറില്ല. അതൊക്കെ ശരിയാക്കുമ്പോൾ ആക്കാലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യാനിരിക്കുന്ന റൂമിലത്തെ ജനാലയാണ് കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെ പൊട്ടിയിട്ടുണ്ടായിരുന്നു ജനാലിൻ്റെ ചില്ല്. ഈ പട്ട വീണിട്ട് ഇങ്ങനെ ആയിട്ട് ഈ സൈഡത്തെ ചില്ലുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് പൊട്ടും. അപ്പോൾ ഇത് ഞാൻ നെറ്റ് അടിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ പാത്തുക്കുട്ടൻ തിക്കി അതൊക്കെ മാറ്റിയിട്ട് ഇപ്പോൾ സ്റ്റെയർ കയറിയിട്ടുള്ള ജനാലയും പൊട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ 2 ജനാലയും കൂടെയാണ് അവൾ പുറത്തേക്ക് അകത്തേക്ക് ഇപ്പോൾ എപ്പോഴും വരിക കേട്ടോ. കാരണം ഗ്രില്ലിൻ്റെ അതിനെ കടക്കാൻ പറ്റില്ല, അവൾ കുറച്ച് തടി വെച്ചുകൊണ്ട് കടക്കാൻ പറ്റില്ല അവൾക്ക്. അപ്പോൾ ഇതേനെയാണ് കേട്ടോ ഇപ്പോൾ അവളുടെ സഹവാസങ്ങൾ. അപ്പോൾ മോന് ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് ഒരു ഈത്തപ്പഴം എടുത്തിട്ട് കുരുന്നിട്ട് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ടോ. അവൻ ഇതിനെന്തോ ഒരു പേര് പറയും, അപ്പോൾ എനിക്കത് ഓർമ്മയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ അവൻ്റെ കരച്ചിൽ ഒന്ന് സബൂറാക്കിയിട്ട് ഞാൻ എന്ത് ചെയ്തു, മുറ്റത്തേക്ക് പോയി വാഷിംഗ് മെഷീനിൽ തിരുമ്പാനുള്ളത് ഇട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് തിരുമ്പി ഉണക്കാനുള്ളതും കാര്യങ്ങളൊക്കെ ഒന്ന് വിരിച്ചിടുക, കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച് മുറ്റത്ത് പോയതാണ്. ഒരു മാസമായിട്ടും അടിച്ചിട്ട്, നോമ്പ് തുടങ്ങിയിട്ട് ഞാൻ അടിച്ചിട്ടേ ഇല്ല. കാരണം വയ്യ, നോമ്പ് എടുത്തിട്ട് മുറ്റടിക്കാനുള്ള ആവത് എനിക്കില്ല. അതുകൊണ്ട് പിന്നെ പുല്ലും കാര്യങ്ങളൊന്നും അധികമില്ല. മഴ ചാറാൻ തുടങ്ങി പിന്നെ വരും കേട്ടോ. അപ്പോൾ പെരുന്നാളിന് തലേദിവസം മുറ്റടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ പാത്തു ഇവിടെ അമ്മീമ കയറി കിടക്കുന്നുണ്ട്. എപ്പോഴും ടെറസിൻ്റെ മേലെ ഇടയ്ക്ക് എപ്പോഴെങ്കിലും മാത്രമാണ് ഇപ്പോൾ അവൾ അകത്തേക്കുള്ള പ്രവേശനമുള്ളൂ കേട്ടോ. കാരണം അവൾക്കിപ്പോൾ ആരുമില്ലാണ്ട് സൈലൻ്റായി കിടക്കുന്നതാണ് ഇപ്പോൾ ഇഷ്ടം. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു 4 മണിയൊക്കെ ആയപ്പോൾ ഞാൻ എന്ത് ചെയ്തു, കുക്കിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി. ഇന്ന് കടലക്കറിയും ചപ്പാത്തിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ചപ്പാത്തി ഞാൻ ഉണ്ടാക്കാറില്ല, കാരണം ചപ്പാത്തി കഴിക്കണം എന്നുള്ള പൂതിയുള്ളപ്പോൾ കടയിൽ നിന്ന് കൊണ്ടുവരാറാണ് പതിവ്. കടയിൽ ഉണ്ടാക്കുന്ന ചപ്പാത്തിയാണല്ലോ. അപ്പോൾ ഇന്ന് വിചാരിച്ചു വീട്ടിലുണ്ടാക്കാമെന്ന്. അപ്പോൾ അങ്ങനെ ചപ്പാത്തിയും കടലക്കറി തൂമിക്കാനുള്ള വേപ്പിൻ്റെ ഇല പൊട്ടിക്കാൻ പോയപ്പോൾ കുട്ടികൾ അതൊക്കെ ഒടിച്ചിട്ടായിരിക്കുന്നു. ഒരു ദിവസം ഞാൻ അവരോട് പൊട്ടിച്ചുകൊണ്ടാൻ പറഞ്ഞപ്പോൾ അത് ഫുള്ള് അങ്ങോട്ട് ഒടിച്ചിട്ടിരിക്കണു. ഇനിയിപ്പോൾ മഴക്കാലമൊക്കെ അല്ലേ, തഴച്ച് വളർന്നോളൂ. അപ്പോൾ അവർ സ്കൂൾ വിട്ട് വന്നപ്പോൾ അവർക്ക് ചായയും ബേക്കറി കൂട്ടിയിട്ട് ഇപ്പോൾ ജസ്റ്റ് ചായ കൊടുക്കും. പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ടാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കുള്ളൂ കേട്ടോ. ഞങ്ങൾ കഴിക്കുന്നതിൻ്റെ കൂടെ തന്നെ അവരും പിന്നെ കഴിക്കുക. ഇപ്പോൾ ജസ്റ്റ് ഞാൻ ഇപ്പോൾ ചോറിൻ്റെ പരിപാടി ഇല്ലാത്തതുകൊണ്ട് ചോറ് ഇപ്പോൾ വാരി കൊടുക്കാറില്ല. ചോറ് അധികം ഉണ്ടാവാറില്ല, കടികളാണല്ലോ. അപ്പോൾ നോമ്പ് തുടങ്ങിയതിന് ശേഷം ഒരു മാസം അങ്ങനെയാണ്. അപ്പോൾ ഞാൻ വേഗം മിക്സിയിൽ ചപ്പാത്തിക്കുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുകയാണ്. ചെറിയ ചൂടുവെള്ളത്തിൽ ഉപ്പിട്ടിട്ട് അങ്ങനെ എടുക്കാൻ പറ്റും ഇതിൽ. അപ്പോൾ അതുകൊണ്ട് സബോള അരിയാനും പൊടി കുഴക്കാനൊക്കെ ഞാൻ ഇതാണ് യൂസ് ചെയ്യുക. ചപ്പാത്തിക്കും പത്തിരിക്ക് അങ്ങനെ കുഴക്കാറില്ല കേട്ടോ. അപ്പോൾ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്മൂത്തായിട്ട് ഇങ്ങനെ പൊടി കിട്ടും കേട്ടോ. അപ്പോൾ അത് ഒന്ന് ജസ്റ്റ് അടച്ചു വെച്ചു. അപ്പോൾ ഇമ്മ കടലക്കറിക്കുള്ള തേങ്ങ ജസ്റ്റ് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സിയിലിട്ട് അരച്ച് ഒഴിക്കാൻ വേണ്ടി വെച്ചായിരുന്നു. പക്ഷേ കടലയിൽ ഞാൻ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഉപ്പിട്ടിട്ട് 2 അടി അടിക്കാമെന്ന് വിചാരിച്ചു. അപ്പോഴത്തേനും അടുക്കളയിൽ അത്യാവശ്യം കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം തന്നെ വാഷ് ചെയ്തെടുക്കാമെന്ന് വിചാരിച്ചു. ഞാൻ കുറേ അങ്ങോട്ട് പാത്രങ്ങളാവാൻ വേണ്ടി കാത്തിക്കില്ല കേട്ടോ. കാരണം എനിക്ക് ഭയങ്കര ബാക്ക് പെയിനാണ് ഇപ്പോൾ.
സ്ലാബ് നല്ല താന്നിട്ടാണ്. അപ്പം ഞാൻ കുറച്ച് കൂന്നിട്ട് വേണം പാത്രങ്ങളൊക്കെ ഒന്ന് കഴുകി എടുക്കണമെങ്കിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് ആവണത് ഞാൻ വേഗം ചെയ്ത് ക്ലീൻ ആക്കി അങ്ങോട്ട് ഇടും കേട്ടോ. കുറച്ചല്ലേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ കുറേ ആവുമ്പോൾ നല്ല നടുവേദനയാണ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പോൾ കടല സെറ്റായിട്ടുണ്ടായിരുന്നു. അപ്പോൾ വേഗം അതിൻ്റെ പരിപാടിയും കാര്യങ്ങളൊക്കെ ചെയ്തു. അരച്ച് വെച്ചതൊക്കെ അതിലൊഴിച്ച് ജസ്റ്റ് ഒന്ന് കറി മസാല ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നു. കറി മസാല ഒക്കെ ഇട്ട് ഒന്ന് സെറ്റ് ചെയ്ത് കറി സെറ്റാക്കി എടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് പൊരിയൊന്നും ഉണ്ടാക്കണില്ല എന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പം ഉമ്മ എന്തെങ്കിലും ഉണ്ടാക്കണം എന്ന് പറഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ബ്രെഡ് ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേഗം ഒന്ന് റോസ്റ്റ് ജസ്റ്റ് ഒന്ന് മുട്ടയിലും ഇതൊക്കെ ഒന്ന് മുക്കിയിട്ട് ജസ്റ്റ് ഒന്ന് പൊരിച്ചെടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണ്. അപ്പോൾ ചില ദിവസം ഞാൻ തരി ഉണ്ടാക്കുക, ചില ദിവസം പൊരി ഉണ്ടാകുക. അങ്ങനെ ഒന്നരാടം വെച്ചിട്ട് ഞാൻ ചെയ്യുള്ളൂ കേട്ടോ. അപ്പോൾ ഇന്ന് ഒന്നുമില്ല, കാരണം ചപ്പാത്തി പരത്താൻ അത്യാവശ്യം സമയം പിടിക്കും. അപ്പോൾ അതും പരത്തി ഉണ്ടാക്കലും ഇതും കൂടി ആകുമ്പോൾ നടു പഞ്ചറാവുമെന്ന് വിചാരിച്ച് ഞാൻ ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചാൽ പിന്നെ ഒന്നും ഇല്ലാണ്ട് എങ്ങനെയെന്ന് വിചാരിച്ചിട്ട് പിന്നെ ഉണ്ടാക്കി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞപ്പം ഞാൻ വേഗം ചപ്പാത്തി പരത്തി. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് എന്ത് ചെയ്തു, ഉമ്മ അവിടെ ചക്ക പൊളിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ വേഗം ചപ്പാത്തിയൊക്കെ പരത്തിയെടുത്തു, ഇമ്മ ചുട്ടു. അപ്പം ഞങ്ങളെ പണികളൊക്കെ അങ്ങനെ ഒരുവിധം ഒതുങ്ങി. ബ്രെഡ് പൊരിച്ചതും ചക്ക പറിച്ചതും പിന്നെ കുറച്ച് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ മുറിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒക്കെ ഫ്രിഡ്ജിൽ തന്നെ വെച്ചു. അപ്പം അങ്ങനെ അടുക്കളൊക്കെ നീറ്റ് ആൻഡ് ക്ലീനായി തുടച്ചിട്ടു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിസ്കാരം കഴിഞ്ഞ് നോമ്പുതുറ കഴിഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കുമ്പോൾ 10:45 കേട്ടോ. ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞ് ഒരു ലോഡ് പാത്രങ്ങളുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴുകാൻ നിന്നു. ഞാൻ എത്ര നേരം വൈകിയാലും കഴുകി വെച്ചിട്ടേ ഞാൻ കിടന്നുറങ്ങുള്ളൂ കേട്ടോ. അത്രയും വയ്യാന്ന് കണ്ടാൽ മാത്രമാണ് ഞാൻ അവിടെ ഇടുള്ളൂ. അത് വിരലിലുണ്ടാവുന്ന ദിവസം മാത്രമേ ഞാൻ ഇടുള്ളൂ. എപ്പോഴൊന്നും ഞാൻ അങ്ങനെ ഇടില്ല. എത്ര വൈകിയാലും ഞാൻ കഴുകും. അപ്പോഴാണ് രാവിലെ വരുമ്പോൾ അടുക്കളയിലേക്ക് വരുമ്പോൾ ഒരു സമാധാനം സന്തോഷം ഒക്കെ ഉണ്ടാവുക. നല്ല ക്ലീൻ ആയിട്ടിരിക്കുമ്പോഴല്ലേ. അപ്പോൾ ചെറിയ അടുക്കള ആയതുകൊണ്ട് പെട്ടെന്ന് ക്ലീൻ ആവുകയും ചെയ്യും. പക്ഷെ ഒരു വിഷയമുള്ളത് സ്ലാബ് ചെറുതാന്നുള്ളൊരു വിഷയം മാത്രമേ ഉള്ളൂ കേട്ടോ. അതൊന്ന് ശരിയാക്കി കഴിഞ്ഞാൽ ബാക്കിയൊക്കെ പെർഫെക്റ്റ് ആണ്. അപ്പം അങ്ങനെ മാഷിങ് പിന്നെ എല്ലാം ഒന്ന് തുടച്ച് ക്ലീനാക്കി ഇട്ടു. എന്നിട്ട് ജസ്റ്റ് വേഗം തന്നെ ഒന്ന് അടിച്ചു വാരലും അതേപോലെ പെട്ടെന്ന് ഞാൻ തുടച്ചെടുത്തു. ഇപ്പോൾ റമദാനായപ്പോൾ ഞാൻ രാത്രിയാണ് തൊടുക, കാരണം നോമ്പെടുത്തിട്ട് സഹിക്കില്ല. അപ്പോൾ അതുകൊണ്ട് വേഗം തുടക്കലും കാര്യങ്ങളും കഴിഞ്ഞു. തിരുമ്പാൾ വാഷിംഗ് മെഷീനിലിട്ടു. മക്കളവിടെ റൂമിൽ കിടന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സമയം ഇപ്പോൾ ഏകദേശം ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും കിടന്നു. അപ്പോൾ മക്കളും ഉറങ്ങാൻ വേണ്ടി റൂമിൽ കയറിയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടമായിച്ചെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അസ്സലാമു അലൈക്കും.